ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ്. ഒരു സർക്കാർ ജോലി ലക്ഷ്യം വെച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്ന എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കുമൊപ്പം ഞാനും എൻ്റെ ചാനലും ഡ്രീം PSC വിത്ത് മീ. ശരിക്കും പറഞ്ഞാൽ ഒരു സർക്കാർ ഉദ്യോഗം ഇപ്പോൾ നല്ല പാടാണ് എന്നുള്ള സിറ്റുവേഷൻ എത്തിയിരിക്കുകയാണ്. വളരെ വലിയൊരു മത്സരം തന്നെയാണ് കുട്ടികൾക്കിടയിൽ നടക്കുന്നത്. ഓരോരുത്തരും അതിനനുസരിച്ച് മെച്ചപ്പെട്ടുകൊണ്ടും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പരീക്ഷയെ ഫേസ് ചെയ്യാൻ തയ്യാറെടുക്കുമ്പോൾ ആ ഒരു ലെവലിലുള്ള PSCയുടെ എല്ലാ പരീക്ഷകളെയും വിശകലനം ചെയ്യുന്നത് വളരെ നല്ലതാണെന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു രീതിയിലുള്ള ഒരു വിശകലന വീഡിയോ ആണിത്. കഴിഞ്ഞ ശനിയാഴ്ച നടന്ന 10th പ്രിലിംസ് മൂന്നാം ഘട്ട പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ വെച്ച് ഈ ചോദ്യത്തെ ഒന്ന് വിലയിരുത്തുകയാണ്. ചോദ്യപേപ്പർ കോഡ് A ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ചോദ്യങ്ങൾ ഓരോന്നായി വായിച്ച് ഞാൻ ഉത്തരം പറഞ്ഞു പോകാം. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഈ പ്രസ്താവന ഡോക്ടർ TS കോത്താരിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കോത്താരി കമ്മീഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്ന തീയതി. മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. ഇത് രണ്ടും ഏകദേശം മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ഇത് ആരുടെ അഭിപ്രായമാണ്? മെറ്റർനിക്കിൻ്റെ അഭിപ്രായമാണ്. കടത്തനാടൻ സിംഹം ഒരു വെറൈറ്റി ചോദ്യമാണ് എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ. ഇതിലെ 3 നവോത്ഥാന നായകരെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. വാഗ്ഭടാനന്ദൻ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി. നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരാളാണ് കുറുളി ചേകോൻ. അദ്ദേഹം തന്നെയാണ് കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്നത്. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? ഉത്തരം കൊല്ലം ജില്ല. ഗ്രീനിച്ച് സമയം 2 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്ര? അതിൻ്റെ ഉത്തരം അറിയണമെങ്കിൽ ഗ്രീനിച്ച് സമയവും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമും തമ്മിലുള്ള വ്യത്യാസം അറിയണം. 5.5 മണിക്കൂർ കൂടുതലാണ്. അപ്പോൾ 2 മണിയുടെ കൂടെ 5.5 കൂട്ടുമ്പോൾ 7.5 PM. ചോദ്യം 7. താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെല്ലാം? 3 കാര്യങ്ങളും ശരിയാണ്. ധനനയം നടപ്പിലാക്കുന്നത് ബഡ്ജറ്റിൽ കൂടിയാണ്. പൊതുകടം, പൊതുചെലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണ് ധനനയം. ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. അടുത്ത ചോദ്യം. ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആക്കിയത്? ഉത്തരം 61-ാം ഭേദഗതി. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്ക്. മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം? ഉത്തരം ലാറ്ററൈറ്റ് മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? കേരളം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല? നമുക്കറിയാം, ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം? ഏറ്റവും പഴക്കം ചെന്നതെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഉപദ്വീപീയ പീഠഭൂമി. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ പശ്ചിമ തീര കനാൽ ഏത്? ഉത്തരം ദേശീയ ജലപാത 3. ദേശീയ ജലപാത 1 അലഹബാദ് ഹാൽഡിയ, 2 സാദിയ ധൂബ്രി, 3 കൊല്ലം കോട്ടപ്പുറം, 4 കാക്കിനഡ പുതുച്ചേരി.
ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം. ഉത്തര മഹാസമതലം. ഭൂപ്രതലത്തിൽ നിന്നും ഭൗമ ഉപരിതലത്തിൻ്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി അറിയപ്പെടുന്ന പേര് ഭൂതല ഛായാഗ്രഹണമാണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലം ഇന്ദിര പോയിന്റ്. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകം കണ്ടെത്തുക. ഇവർ പറഞ്ഞിരിക്കുന്ന പശ്ചിമ അസ്വസ്ഥതയാണ്. പക്ഷേ XCERT ടെക്സ്റ്റിലൊക്കെ വരുമ്പോൾ പശ്ചിമ അസ്വസ്ഥതയും കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ചോദ്യം ഡിലീറ്റ് ആവാൻ സാധ്യതയുണ്ട്. 19ാമത്തെ ചോദ്യം, പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? താരതമ്യേന വീതി കുറവാണ്. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിക്ക് പ്രൊവിഷണൽ ആൻസർ കീ ആനമുടിയാണ്. കേരളത്തിലെ അല്ലേ ആനമുടി? അതിലൊരു കൺഫ്യൂഷനുണ്ട്. അത് ആൻസർ മാറാൻ സാധ്യതയുണ്ട്. കാഞ്ചൻജംഗ അല്ലെങ്കിൽ മൗണ്ട് കേറ്റു. ചുവടെ പറയുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തതേത്? കല്ലുമാല സമരം അയ്യങ്കാളി തന്നെയാണ്, നമുക്കറിയാം. പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം അയ്യങ്കാളിയാണ്. കണ്ണാടി പ്രതിഷ്ഠ 2 തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ എ. തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായ തീയതി. ഓപ്ഷൻ ബി 1949 ജൂലൈ 1. 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം ചമ്പാരൻ. ബനാറസ് സംസ്കൃത കോളേജിൻ്റെ സ്ഥാപകൻ ആര്? ജനാർദൻ ഡങ്കൻ. താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കും എന്നതാണ്. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? വാഗ്ഭടാനന്ദൻ. അടുത്തത് ഒരാനുകാലികമാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി NS മാധവൻ. സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം? ഉത്തരം പശ്ചിമ ബംഗാൾ. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മ. 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ഓപ്ഷൻ സി ഹാൻ കാങ്. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക ഉത്തരം ഓപ്ഷൻ സി ഹാൻകാങ്. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ പെടാത്തത്? നമുക്കറിയാം, സ്വത്തവകാശം. ഓപ്ഷൻ ബി. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? സോവിയറ്റ് യൂണിയൻ. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതെല്ലാം? ദേശീയ ഗാനം ജനഗണമന ദൈർഘ്യം 52 സെക്കൻഡാണ്. അത് തെറ്റാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൽക്കട്ട സമ്മേളനത്തിൽ ആദ്യമായി ആലപിച്ചത് സലല റാണി ചൗധരി. അതും തെറ്റാണ്. നോബൽ സമ്മാന ജേതാവായ ബംഗാളി കവി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കവിത അത് ദേശീയ ഗീതമാണ്. ദേശീയ ഗാനം തെറ്റാണ്. എല്ലാ ഓപ്ഷനും തെറ്റാണ്. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നതാരാണ്? രാഷ്ട്രപതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെല്ലാം? 1993
പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് നിലവിൽ വന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇനി ചേരുംപടി ചേർക്കുന്ന ചോദ്യമാണ് ഭരണഘടനയിലെ ചില വകുപ്പുകളും വിവരണവും. പ്രധാനമായിട്ട് നമുക്കറിയാവുന്നത് ആദ്യം നോക്കുക. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നമുക്കെല്ലാവർക്കും അറിയാം. വകുപ്പ് 21A ആണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിളിക്കുന്ന വകുപ്പ് വകുപ്പ് 32 ആണ്. അങ്ങനെ വരുമ്പോൾ കറക്റ്റ് ഓപ്ഷൻ എ ആണ്. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ വകുപ്പ് 17 നമുക്കറിയാം. ജീവൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം വകുപ്പ് 21, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം 21A, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും വകുപ്പ് 32. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഫസൽ അലി. പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ നിയമാനുസരണം അത് നിർവഹിക്കാൻ ആജ്ഞാപിച്ചുകൊണ്ട് പുറപ്പെടുവിക്കുന്ന റിട്ട്. ആജ്ഞാപിക്കുക, മാൻഡാമസ്. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യൻ ഭരണഘടനയിലെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം 22. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ. കേരളത്തിലാകെയുള്ള രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 9. കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആരാണ്? കെ കൃഷ്ണൻകുട്ടി. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ 3. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട ജലസേചന പദ്ധതി. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ. ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല തിരുവനന്തപുരം. അയ്യങ്കാളി ജനിച്ച തീയതി 1863 ഓഗസ്റ്റ് 28. ഇ വി രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വൈക്കം ഹീറോ ആണ് ഇ വി. താഴെ പറയുന്നവരിൽ വേറിട്ടു നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്? മഹാദേവ് ഗോവിന്ദ് റാനഡെ. ബാക്കിയെല്ലാം കേരള നവോത്ഥാന നായകന്മാരാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി? കെ എം പണിക്കർ. ഫസൽ അലി, എച്ച് എം കുൻസ്രു, കെ എം പണിക്കർ. തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുക. 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിലാണ് ജനനം. എൻ്റെ ജീവിതകഥ അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം, എ കെ ഗോപാലൻ. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായർ. ഫതഹുൽ മുബീൻ എന്ന അറബി കാവ്യത്തെപ്പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? അത് ഓപ്ഷൻ വന്നിരിക്കുന്നത് എ ആണ്. കവി ഖാസി മുഹമ്മദാണ് എഴുതിയത്. സാമൂതിരി രാജാവിനെ പ്രകീർത്തിക്കുന്ന പരാമർശമുണ്ട്. ഇത് SCERT പുസ്തകത്തിലെ ക്വസ്റ്റ്യനാണ്. കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം? സ്ഥലമാണ് വടകര. ദർസർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ്? അയ്യത്താൻ ഗോപാലൻ. ബാരിസ്റ്റർ GP പിള്ള ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ്? മലയാളി മെമ്മോറിയൽ. കൊച്ചി രാജ്യപ്രജാ മണ്ഡലത്തിൻ്റെ നേതാക്കളിൽ പെടാത്തത് ആര്? ഷൺമുഖം ചെട്ടി.
കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ മദുരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു. അതിൽ ഉൾപ്പെടുന്ന താഴെ പറയുന്നവയിൽ ഏതാണ്? അഗസ്തീശ്വരം. വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം നിശാന്തത. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തതേത്? ഹിമോഫീലിയ, അതൊരു ജനിതക രോഗമാണ്. നിശബ്ദ വസന്തം അഥവാ സൈലൻറ്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് റേച്ചൽ കഴ്സൺ. താഴെ തന്നിരിക്കുന്നതിൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം? പെരിയാർ. ബാക്കിയെല്ലാം ദേശീയോദ്യാനങ്ങളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥം ഇനാമൽ. ഏതിനം ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ HIV വൈറസ് പെരുകുന്നത്? ലിംഫോസൈറ്റ്. മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്ന ഭാഗം കരൾ. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ ഇനം? പ്രിയങ്ക. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം? ഇൻ്റർനാഷണൽ മില്ലറ്റ് ഇയർ 2023. സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക 5 ലക്ഷം രൂപ. അടുത്തത് ഫിസിക്സ് ആണ്. സയൻസിലെ ചില ചോദ്യങ്ങളൊക്കെ തന്നെ SCERT ആണ്, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ലെവലുമായിരുന്നു. പ്രവൃത്തി സംഭവിക്കുന്ന സന്ദർഭങ്ങൾ. 2 തരം പ്രവൃത്തിയുണ്ട്, പോസിറ്റീവും നെഗറ്റീവും. പ്രവൃത്തി ചെയ്യുന്ന ദിശയിൽ തന്നെ ഫലം നടക്കുകയാണെങ്കിൽ പോസിറ്റീവ്, അല്ലെങ്കിൽ നെഗറ്റീവ്. കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഗുരുത്വാകർഷണം, അത് താഴേക്കല്ലേ, അപ്പോൾ ഓപ്പോസിറ്റാണ്, അത് നെഗറ്റീവാണ്. തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഗുരുത്വാകർഷണം, രണ്ടും താഴേക്കാണ്, അപ്പോൾ പോസിറ്റീവ്. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം കല്ലിൽ പ്രയോഗിക്കുന്ന പ്രവൃത്തി പോസിറ്റീവ്. 2ഉം 3ഉം പോസിറ്റീവ് പ്രവൃത്തിയാണ്. ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ Fനും Pയുടെയും ഇടയിൽ വെച്ചിരിക്കുന്ന വസ്തു ഉണ്ടാക്കുന്ന പ്രതിബിംബത്തിൻ്റെ സ്വഭാവം വസ്തുവിനേക്കാൾ വലുതായിരിക്കും, മിഥ്യയായിരിക്കും, നിവർന്നതായിരിക്കും. മനുഷ്യൻ്റെ ശ്രവണപരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. ഫാരൻഹീറ്റ് തെർമോമീറ്റർ പ്രകാരം 98 ഡിഗ്രി ഫാരറ്റ്. കെൽവിൻ സ്കെയിൽ പ്രകാരം എത്രയായിരിക്കും? 310 കെൽവിൻ, 37 ഡിഗ്രി സെൽഷ്യസ്. ചലനവുമായി ബന്ധപ്പെട്ട ശരിയായ സമവാക്യം u² = v² - 2as. ബാക്കിയെല്ലാം തെറ്റാണ്. v = u + at ആണ്, st അല്ല. s = ut + ½ at² ആണ്, അത് തെറ്റാണ്. v² - u² = 2as. b മാത്രമാണ് കറക്റ്റ്. ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ പരിവർത്തനം തിരഞ്ഞെടുക്കുക. പെട്രോൾ ഒഴിക്കുന്നു, രാസോർജം. വണ്ടി ഓടുമ്പോൾ ഗതികോർജമായി മാറുന്നു. സൂര്യഗ്രഹണത്തിന് കാരണമാകുന്ന ശരിയായ ക്രമീകരണം EMS, എർത്ത്, മൂണ്, സണ്ണ്. അപ്പോൾ മൂണാണ് നടുക്ക് വരുന്നത്. ശരിയായ ഉത്തരം ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുന്നു. ഹൈഡ്രജൻ്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവന. ശരിയായ ഉത്തരം കണ്ടെത്തുക. ഹൈഡ്രജന് നിറമോ മണമോ ഇല്ല. ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രയായിട്ട് കാണപ്പെടുന്നു. അപ്പോൾ തെറ്റ് 2ാമത്തെ പ്രസ്താവന. ഐസോട്ടോപ്പുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ളതാണ് ഐസോട്ടോപ്പുകൾ. ഓപ്ഷൻ ഡി. വ്യത്യസ്ത മാസ് നമ്പറും ഒരേ ആറ്റോമിക് നമ്പർ. ഓപ്ഷൻ ബി ആണ്. മറ്റേതിൽ വ്യത്യസ്തമാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ബി. ആറ്റോമിക സംഖ്യ 8 ആയ മൂലകം ഓക്സിജൻ.
ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ. അടുത്തത് ബോട്ട്മാസ് നിയമം അനുസരിച്ച് ആദ്യം ബ്രാക്കറ്റ്, പിന്നെ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ. 81ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി 17. 36ൻ്റെ സ്ക്വയർ ബൈ 6ൻ്റെ സ്ക്വയർ. 36 ഗുണം 36 ഭാഗം 6 ഗുണം 6. ഉത്തരം 36 എന്ന് തന്നെ കിട്ടും. 0.444 അതിൻ്റെ സ്ക്വയർ റൂട്ട് ദശാംശ സ്ഥാനത്തിൽ എഴുതുകയാണെങ്കിൽ ഓപ്ഷൻ എ ആണ് ഉത്തരം. 1.5 × 1.5 × 0.2 × 0.2. 225നെ 4 കൊണ്ട് ഗുണിക്കണം. 1, 2, 3, 4 ദശാംശ സ്ഥാനവും ഇട്ട് കൊടുക്കണം. ഉത്തരം 0.09. 52 km/h ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്ന ബസ്സിൽ 6 മണിക്കൂർ കൊണ്ട് എത്ര കിലോമീറ്റർ യാത്ര ചെയ്യാം? 1 മണിക്കൂർ 52 കിലോമീറ്റർ. 6 മണിക്കൂർ 52 ഗുണം 6 312 കിലോമീറ്റർ. അടുത്ത സംഖ്യ കണ്ടെത്തുക. 0, 1, 1, 0, 1, 1, 1, 2, 2, 1, 3, 3, 2, 5, 5, 3, 8. അടുത്തത് 8, 5, 13. ഒരാൾ 1200 രൂപയ്ക്ക് നാളികേരം വാങ്ങി വിൽക്കുമ്പോൾ 12% ലാഭം ആഗ്രഹിക്കുന്നു എങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം? 1200ൻ്റെ 12% എന്ന് വെച്ചാൽ 144 രൂപ. അപ്പോൾ 1344 രൂപയ്ക്ക് അയാൾ അത് വിൽക്കണം. 2.5 -8 -16 ഉത്തരം 16 37. ഒരു ക്ലാസ്സിലെ 35 കുട്ടികളുടെ ശരാശരി 11. ടീച്ചറും കൂടെ വന്നപ്പോൾ ശരാശരി 12 ടീച്ചറുടെ വയസ്സ് എത്ര? 35 പേരുടെ ആകെ വയസ്സ് 35 ഗുണം 11. ആ തുകയുടെ കൂടെ എക്സ് കൂട്ടി, അപ്പോൾ ശരാശരി 12 × 12 ചെയ്ത് നോക്കുമ്പോൾ ടീച്ചറുടെ വയസ്സ് കിട്ടും. ഓപ്ഷൻ സി 47. ആദ്യത്തെ 5 ഒറ്റ സംഖ്യകളുടെ ലസാഗു. 1, 2, 1, 3, 5, 7, 9. ഇതിൻ്റെ ലസാഗുവാണ് കാണേണ്ടത്. ലസാഗു കാണുമ്പോൾ കോമൺ ആയിട്ട് 3നും 9നും മാത്രമേ ഉള്ളൂ ഫാക്ടർ. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ 315. കേരള എന്നതിനെ ഇങ്ങനെ എഴുതിയാൽ ഒഡീഷയെ എങ്ങനെ എഴുതും? കെയ്ക്ക് മുമ്പ് ജെ, ഇ കഴിഞ്ഞ് എഫ്, ആറിന് മുമ്പ് ക്യു, എ കഴിഞ്ഞ് ബി, അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ. 50 കുട്ടികളുള്ള ക്ലാസ്സിൽ അനുവിൻ്റെ റാങ്ക് 20 എങ്കിൽ അവസാനത്ത് നിന്ന് അനുവിൻ്റെ സ്ഥാനം. അനുവിൻ്റെ റാങ്ക് 20, അനുവിന് ശേഷം 30 പേരുണ്ട്. അപ്പോൾ താഴെ നിന്നുമ്പോൾ 31ാമത്തെ റാങ്ക്. സമാന ബന്ധം 5:126. 5ൻ്റെ ക്യൂബ് 125, അതിൻ്റെ കൂടെ 1 കൂട്ടി. അതുപോലെ 9ൻ്റെ ക്യൂബ് 729, 1 കൂട്ടുമ്പോൾ 730. താഴെ തന്നിരിക്കുന്നതിൽ ഒറ്റയാനെ കണ്ടെത്തുക. 196 അതൊരു പൂർണ്ണവർഗമാണ്. പ്ലസിനെ ഇൻറ്റു, മൈനസിനെ ഡിവിഷൻ, ഇൻറ്റുവിനെ മൈനസ്, ഡിവിഷനെ പ്ലസ്, അങ്ങനെ എഴുതി ബോട്ട്മാസ് നിയമം അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഉത്തരം 23. 2/3 + x = 5/6x. 2/3 എന്ന് പറയുന്നത് 5/6x മൈനസ് എക്സ് എന്ന് വരും. അപ്പോൾ ഫൈനൽ ഉത്തരം ഓപ്ഷൻ ഡി 1/6. ഒരാൾ നേർരേഖയിൽ 5 കിലോമീറ്റർ കിഴക്കോട്ടും തുടർന്ന് നേർരേഖയിൽ തന്നെ ലംബമായി 12 മീറ്റർ വടക്കോട്ടും നടന്നു. ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനവും ആദ്യ സ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം √5² + 12² 13 മീറ്റർ. പുസ്തകങ്ങൾ ലൈബ്രറിയിൽ നിന്ന് കിട്ടുന്നു, സിനിമ തിയേറ്ററിൽ. എയുടെ അമ്മയാണ് ബി, ബിയുടെ അമ്മയാണ് സി, സിയുടെ മകനാണ് ഡി. എങ്കിൽ എയുടെ ആരാണ് ഡി? സിയുടെ മകളാണ് ബി, സിയുടെ മകനാണ് ഡി. അപ്പോൾ എയുടെ അമ്മാവൻ. മനുവിന് വിനുവിനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്.
അടുത്ത വർഷം മനുവിൻ്റെ പ്രായം വിനുവിൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടിയാകും. ഇപ്പോൾ മനുവിൻ്റെ പ്രായം എത്രയാണ്? വിനുവിന് എക്സ് ആണെങ്കിൽ മനുവിന് X+10. അടുത്ത വർഷം എന്ന് പറയുമ്പോൾ വിനുവിന് X+1. X+1 എന്ന് പറയുന്നത് X+10 X+11 ഇരട്ടിയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഉത്തരം 19 എന്ന് കിട്ടും. കണക്ക് വളരെ സിമ്പിളായിട്ട് എനിക്ക് തോന്നി. സയൻസും സാമാന്യം 2-3 പ്രസ്താവനകൾ ഒഴിച്ചാൽ ബാക്കി എല്ലാം സിമ്പിളായിരുന്നു. GKയും ഒരുപാട് മുൻവർഷ ചോദ്യങ്ങളൊക്കെ കടന്നു വന്ന ഒരു ചോദ്യപേപ്പർ. അപ്പോൾ നല്ല രീതിയിൽ നല്ല ലക്ഷ്യത്തിൽ പഠിച്ച് മുന്നോട്ട് പോകുന്നവർ PSCയുടെ ഓരോ പരീക്ഷയും അതിൻ്റെ ചോദ്യപേപ്പറും വിശകലനം ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.